Hello friends, I am Nisha from Nissa's Kitchen. Welcome to our channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ് ഒരെണ്ണം വലുത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, പൊട്ടറ്റോ രണ്ടെണ്ണം മീഡിയം സൈസ് തൊലി കളഞ്ഞ ശേഷം മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഗ്രീൻ പീസ് 50 ഗ്രാം, ബീൻസ് ഒരു 15 എണ്ണം 2 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, സവോള ഒരെണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, തക്കാളി ഒരെണ്ണം മീഡിയം സൈസ് അരിഞ്ഞെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. പച്ചമുളക് 2-3 എണ്ണം എരിവിനനുസരിച്ച്. അരപ്പിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചുരുണ്ടിയെടുത്തത് അരമുറി, കാഷ്യൂ നട്ട് 10 എണ്ണം, പെരുംജീരകം 1/4 ടീസ്പൂൺ, ഇത് മൂന്നും കൂടെ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മിക്സഡ് സ്പൈസസ് അതായത് കുരുമുളക് 10 എണ്ണം, ഗ്രാമ്പൂ 3-4 എണ്ണം, ഒരു കഷ്ണം കറുവാപ്പട്ട, 3-4 ഏലക്ക. താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി അരിഞ്ഞത് 8 എണ്ണം, വറ്റൽമുളക് 2-3 എണ്ണം, കറിവേപ്പില 3 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ചുരുണ്ടി വെച്ചിരുന്ന അരമുറി തേങ്ങയിലോട്ട് 10 കാഷ്യൂ നട്ടും 1/4 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിലിട്ടിട്ട് ഞാനിതിനെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഞാൻ നിഗ്ഗൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുക്കറിലാക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവിച്ചെടുക്കാനാണ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത്. നമുക്ക് സാധാരണ പാത്രത്തിലാണെങ്കിലും വേവിച്ചെടുത്താൽ മതി. ഇതിലോട്ട് ഒരു സവോള അരിഞ്ഞത് ചേർക്കാം. ഞാൻ ഒരു വലിയ സവോളയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യണം. ജസ്റ്റ് 2 വിസിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ പ്രഷർ റിലീസ് ചെയ്തെടുക്കുക. ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകാൻ പാടില്ല. അടുത്തായിട്ട് ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ സ്പൈസസിലോട്ട് ഒരു ചെറിയ കഷ്ണം ബേ ലീവ്സും കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റണം. ഇപ്പം നമ്മളൊരു 2 മിനിറ്റ് ഇതിനെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഹീറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. ഈ കറിയിലോട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പൊടികൾ എണ്ണയിൽ കടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ വഴറ്റണം.
ഇപ്പോൾ തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഇതുപോലെ നന്നായിട്ട് വേവുകയും വേണം, എന്നാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ചാറ് ഇതിലേക്ക് വേണമെന്നുള്ളതുകൊണ്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്യാം. കറി ഇനി തിളപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കറിയിൽ ചേർക്കാനുള്ള താളിച്ചത് തയ്യാറാക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഈ കറിയിലേക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിച്ചത് ചേർക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ അപ്പം, പൊറോട്ട, പുട്ട്, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം ഒപ്പം സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറി ഡിഷാണിത്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്